കൂട്ടത്തിലോ? ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിട്ടാ. ഷർട്ടും മുണ്ടും ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവിടെ നിൽക്കാൻ വെച്ചോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളൂ. ചാന്തോ കൺമഷിയോ വളയോ കേട്ടോ. അതെപ്രകാരം മുറുമ്പരിക്കുന്ന അപ്രകാരം ബന്ധുക്കൾ തന്നിരിക്കുന്നതാണ്. ഗ്യാരണ്ടി വെറും 5 മാസം മാത്രമാണ്. ഞാൻ പലതവണ കേസ് കളിച്ചാണ്. എനിക്ക് പാലവാസി പുള്ളി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ് പുള്ളി നോക്കി വെച്ചാൽ നിങ്ങൾക്ക് താങ്കൾ പോയി എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിയാൽ നിങ്ങളുടെ കാശ് പിന്നെ പറഞ്ഞു കാര്യം വെക്കാം. വീണ്ടും കമ്പനിക്ക് കാശല്ലേ കുറച്ച് കൊടുക്കുമെങ്ങളെ. പോരെ പോരടാ. മതിയോന്ന്. അതാ അവര് വരുന്നുണ്ട്. അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോളെ ഉത്സവം? ആ ചെക്കനോടെ? അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടം കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്താടാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞു കാണും. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങി തിന്നു. വയറ്റിലൊരു ഇഞ്ച് സ്ഥലമില്ലേ അല്ലേ? അപ്പൊ ചോറൊന്നും വേണ്ട ഇന്ന്. ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ. ഒന്നിങ്ങോട്ട് വരുമോ? ഉറങ്ങിയോ? നീ വിളകണക്ക്. അപ്പൊ ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു. നിക്ക്. ഇതെന്തിനാ ഇപ്പൊ പുകയിടുന്നേ? കൊതുകുണ്ടായിട്ടാ? കളിയാക്ക. യമുനയ്ക്ക് കുറച്ച് കരിവള വേണമെന്നുണ്ടായിരുന്നു. ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയും ചെയ്തു. അതിന് കാശ് എവിടെയാ? വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ചെറിയ, തീരെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ? ഒരു പെണ്ണല്ലേ? എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. സ്വൈരം തരില്ലെന്ന് വെച്ചാ ഞാനൊരു സ്വൈരക്കേടായോ? ഉത്സവപ്പറമ്പില് ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത് ശരിയായും തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
ഇതെന്തെടുക്കുക? കണ്ണു കണ്ടൂടെ നിനക്ക്? ആ, കണ്ണും കാണാൻ ചെവിയും കേക്കാം, അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടനെ വഴി വെച്ച് കണ്ടു. അടിച്ച് പൂസായി കെടുക, ഒരു വെളിവില്ല. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്കാം ഏത് ലീലാന്ന്. ആ, എന്നിട്ട് അല്ല, ഞാൻ ചോദിച്ചേ നാരായണൻകുട്ടിയേട്ടാ ലീലേച്ചി നിങ്ങളെ കെട്ടിയോളല്ലേന്ന്. അപ്പൊ പറയാ ഓളെ നീ എടുത്തോന്ന്. എനിക്കിഷ്ട. ഇനി ഈ ഭാഗത്ത് കണ്ടാ നിന്നെ അത് നിങ്ങക്ക് എന്താ? കനകേട്ട എന്നെ തല്ലി. ലീലേച്ച കനകേട്ടൻ ആരാ? അക്കം കിട്ടി അവിടെ പോകും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയോ? കനകേട്ടൻ പണ്ടേ അവളുടെ അടുത്താ, ഇപ്പൊ കൂടി അവിടെ ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാ തല്ലിയത്. രക്ഷയില്ലേ? ലീലേച്ചി അതുമാതിരി കനകചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക. എവിടായിരുന്നു? അയ്യോ, ഭ്രാന്താണ് ഈ കാട്ടണേ. അവരെന്താ തെറ്റ് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. തോന്നിയ തീർക്കും. ഇതൊക്കെ കേട്ട പക്ഷം സഹിച്ചില്ല മോളെ. ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലോന്നാ. ഓനിത് തുടങ്ങിയത് ഇന്നും ഒന്നലെ ഒന്നല്ല, കാലം കുറെ. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ശരിക്ക് കൊടുത്തു. തല്ല് കൊടുത്ത് നന്നാക്കേണ്ട പ്രായത്താണോ ഓന്? ഇതാ, ഞാൻ ഇവനെ തന്നെ തല്ലാറില്ലല്ലോ. ചെട്ടിയാർക്കൊപ്പം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോ എന്നായിട്ടുണ്ട്. പാവം പെണ്ണ്, നിനക്ക് എന്നെ അവളെ കെട്ടായിരുന്നില്ലേ? അച്ഛൻ പറയുന്നതിന് മുമ്പ് ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ. പറയാറില്ലേ, വിധിച്ചതേ കിട്ടൂ. വലിയ ചെട്ടിയാർക്ക് ഭ്രാന്ത. പ്രായമായ മക്കളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും അങ്ങേർക്കാരും കൊടുത്തിട്ടില്ല. ഉവ്വോ, നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ. അച്ഛനല്ലേ തിരിച്ചല്ല നോക്കൂ. എന്ന് വെച്ച് കാളി അടിക്കുന്ന പോലെ കണ്ണും ചെവിയില്ലാതെ അടിക്കേ. കേട്ടപ്പോ എനിക്ക് വന്ന് ചോദിച്ചില്. ഞാൻ ചെട്ടിയാരോട് ചോദിക്കാൻ ഇറങ്ങിയതാ. നാരായണൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അച്ഛനോട് പോയി ചോദിക്കാനോ? നിനക്കും കിട്ടും. ആ, കിട്ടും കിട്ടും. ചെട്ടിയാര് മതിയല്ലോ.
ശൂരത്തിനൊന്നും ഈ ലീല എടുത്ത് നടക്കില്ല. ഒരുപാട് തല്ലിയോ? കെട്ടിയോളെന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ അവിടെ. അവളെ കണ്ടു നിന്നു അല്ലേ? ആ സുന്ദരിക്കോത ഏഷനെ കൂട്ടിട്ടാ. ഓ, അവളുടെ ഒക്കെ ഒരു മനസ്സേ. ഞാൻ പോവാ. ഇതാ ഇപ്പൊ നന്നായേ. നേരെ ഇത്രയായില്ലേ? ഇനി ഊണ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഞാൻ വിടില്ല. ഞാൻ ചോറ് വിടുമ്പോ നല്ല ചെമ്മീൻ കറിയുണ്ട്, പാവയ്ക്കത്തോരനും. രണ്ടും വലിയ ഇഷ്ടാണല്ലോ. വിളമ്പ്. എന്നാ പിടിക്കണ്ട. പതുക്കെ. ചോറ് വിളമ്പി ഇങ്ങോട്ട് എടുക്കാം. വേണ്ട, ഞാൻ ചോറ് തിന്നു. എവിടുന്ന്? എവിടുന്നായാലും എന്താ, വയറ് കളഞ്ഞാ പോരെ. ഈ വൃത്തികെട്ട മണം എന്തിനാ ഇത് കുടിക്കുന്നേ? എന്തിനാന്ന് ചോദിച്ചാ, ലീല ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. അവള് വിളമ്പി തന്നു, ഞാൻ തിന്നു, അത്രേ ഉള്ളൂ. ഓ, എന്തൊരു പെണ്ണാവള്. അവളുടെ ഒരു രോമത്തിനില്ല നീ. എന്റെ കഴുത്തിൽ താലിയും കെട്ടിക്കൊണ്ടുവന്ന് പറയാ. താരി എന്താ ഒരു വിലയില്ല ഇതിന്? വല്ല തട്ടാനടുത്തും പോയി ചോദിക്കാം.